പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോളിഡ്സ് സെക്കൻഡ് ടോപ്പിക്ക്. ഫസ്റ്റ് ടോപ്പിക്ക് സ്ക്വയർ പിരമിഡ് ഡീറ്റെയിൽ സ്റ്റഡി നടത്തും. പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്തു. LHA/2, ELA/2, EHD/2, ദെൻ സർഫസ് ഏരിയ, വോളിയം ഒക്കെ പഠിച്ചു. ദെൻ നെക്സ്റ്റ് കോണാണ്. കോണ്, സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ ഒറ്റ ടോപ്പിക്കായിട്ട് ചെയ്യാം. കോൺ, സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ എന്ന് എഴുതി വെക്കുക. കോണ് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു കേസ് സർക്കുലർ മെഷേഴ്സ് ഉണ്ട്. 9th ഒരു സർക്കിൾ മെഷേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സെക്ടർ ഓഫ് ദി സർക്കിൾ ഓർ സെക്ടർ. വാട്ട് ഇസ് മീൻ ബൈ സെക്ടർ? A sector is a region bounded between two radii and corresponding arc is called sector. A sector is the region bounded between two radii and corresponding arc is called the sector. A sector rolled up to make a cone. ഒരു സെക്ടറിനെ റോൾ ചെയ്തിട്ടാണ് ഒരു കോണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ കോൺ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് എന്താണ്? കോൺ ഐസ്ക്രീം, ദെൻ കോണ് ഷേപ്പിൽ വരുന്ന ബർത്ത്ഡേ ഹാറ്റ്, ദെൻ ക്രിസ്മസ് ഹാറ്റ്, ദെൻ ട്രാഫിക് സിഗ്നൽ ബോർഡ്, ദെൻ മൈലാഞ്ചി ട്യൂബ്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് കോണിന്. ദെൻ കോൺ പഠിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്ടർ ആൻഡ് കോൺ? ഫസ്റ്റ് ടോപ്പിക്ക് 2 മാർക്കിന് വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്ടർ ആൻഡ് കോൺ. അതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക. എ സെക്ടർ ഈസ് എ റീജിയൻ ബൗണ്ടഡ് ബിറ്റ്വീൻ two radii and corresponding arc is called sector. Then central angle of the sector x, radius of the sector capital R. Then sector rolled up to make a cone. ഒരു കോണ് ഫോം ചെയ്തു. ദെൻ ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ, ഇതിനെ റോൾ ചെയ്യുമ്പോൾ, ഇതിനെങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ബിക്കം ബേസ് പെരിമീറ്റർ ഓഫ് ദി കോൺ. Arc length of the sector become base perimeter of the cone. Radius of the sector become slant height of the cone. Radius of the sector become slant height of the cone. Arc length of the sector become base perimeter of the cone. Arc length of the sector become base perimeter of the cone. Radius of the sector become slant height of the cone. Then base perimeter, base radius small letter r. കാരണം ക്യാപിറ്റൽ ആർ സെക്ടറിന് എടുത്തു, സ്മോൾ ലെറ്റർ ആർ റേഡിയസ് ഓഫ് ദി കോൺ എടുത്തു. ദെൻ സ്ലാൻഡ് ഹൈറ്റ് L. ഹൈറ്റ് ഓൾറെഡി എന്തായിരിക്കും വരിക? H ആണ് വരിക എന്നറിയാം. നമുക്ക് അവിടെ റിലേഷൻ ഫോം ചെയ്യാനുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ദെൻ സെക്ടർ, വാട്ട് ഇസ് മീൻ ബൈ സെക്ടർ? റീജിയൻ ബൗണ്ടഡ് ബിറ്റ്വീൻ ടു റേഡിയി ആൻഡ് corresponding arc is called sector. Then a sector rolled up to make a cone. Arc length of the sector become base perimeter of the cone and radius of the sector become slant height of the cone. നമുക്ക് റിലേഷൻ ഫോം ചെയ്യാം. ആർക്ക് ലെങ്ത് പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ, 9th പഠിച്ചതാ സർക്കിൾ മെഷേഴ്സിൽ അല്ലേ? വാട്ട് ഇസ് മീൻ ബൈ ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ? 2πr into x by 360. റേഡിയസ് ഓഫ് ദി സെക്ടർ ക്യാപിറ്റൽ ആർ ആണ്. അവിടെ റേഡിയസ്, ഇവിടെ റേഡിയസ്. അതുകൊണ്ടാണ് നമ്മൾ സെക്ടർ റേഡിയസ് ക്യാപിറ്റൽ ആർ, കോൺ റേഡിയസ് സ്മോൾ ആർ എടുത്തത്. ദെൻ ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു 2πr into x by 360. ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ. ബേസ് സർക്കിൾ ആണ്, സർക്കിൾ റീജിയൻ പെരിമീറ്റർ 2πr. ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഓഫ് ദി കോൺ. ദെൻ 2πr into x by 360 is equal to 2π small r. കട്ട് 2π ഈക്വൽസിൽ കട്ട് ചെയ്തു അല്ലേ? ദെൻ x by 360 is equal to സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ഇൻറ്റു ആർ. റൈറ്റ് ഔട്ട് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ ആർ റൈറ്റ് ഔട്ട് ട്രാൻസ്പോസ് ചെയ്ത് ബൈ ആർ. ദെൻ എക്സ് ബൈ 360 is equal to r by r. ദെൻ എക്സ് ബൈ 360 is equal to r by l. നോക്കൂ ഇവിടെ ഏരോ മാർക്ക് നോക്കൂ. റേഡിയസ് ഓഫ് ദി സെക്ടർ ബിക്കം സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ. ആർ ഇസ് ഈക്വൽ ടു, ഇവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, ക്യാപിറ്റൽ ആർ ഈക്വൽ ടു
L ആണ്. ഇത് ബോക്സിലാക്കി വെക്കുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്ടർ ആൻഡ് കോൺ ഈക്വൽ ടു എക്സ് ബൈ 360 is equal to R by L എന്ന് പറഞ്ഞേ. എക്സ് ബൈ 360 is equal to R by L. എക്സ് ബൈ 360 is equal to R by L. X central angle of the sector. Small letter R radius of the cone. Radius of the cone. L slant height of the cone or radius of the sector. അങ്ങനെ തന്നെ പറയണേ. Slant height of the cone or radius of the sector. What is the relation between sector and cone? X by 360 is equal to R by L. X by 360 is equal to R by L. X by 360 is equal to R by L. ഇപ്പോൾ ശ്രദ്ധിക്കൂ. X by 360 is equal to R by capital R. Capital R means radius of the sector, that is slant height of the cone. Radius of the sector equal to slant height of the cone. Then x by 360 is equal to R by L. Capital R equal to L. Capital R എന്ന് പറഞ്ഞാൽ L ആണ്, slant height ആണ്. Radius of the sector become slant height of the cone. What is the relation between sector and cone? X by 360 is equal to R by L. X by 360 is equal to R by L. X by 360 is equal to R by L. Okay, first relation. Problem നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റിലേഷൻ ഫോം ചെയ്തു. ദെൻ എന്താ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ബിക്കം ബേസ് പെരിമീറ്റർ ഓഫ് ദി കോൺ. Then radius of the sector becomes slant height of the cone. Relation between sector and cone equal to x by 360 is equal to R by L. X by 360 is equal to R by L. ഓർക്കണേ. ദെൻ നമുക്കിനി കോണിൻ്റെ ഒരൊറ്റ ബോക്സ് ഫോം ചെയ്യാണ്ട്. സ്ക്വയർ പിരമിഡിലൊക്കെ ഫോം ചെയ്ത പോലെ ഒരൊറ്റ ബോക്സ്. L slant height of the cone. L height എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് എപ്പെക്സ് ടു ബേസ്. ദെൻ വി ഗെറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ. ദെൻ R റേഡിയസ് ഓഫ് ദി കോൺ. Then consider radius of the cone, comma, slant height of the cone, comma, height of the cone becomes എന്തായി മാറുന്നു? L square is equal to R square plus H square. LRH relation. ആ ബോക്സിൻ്റെ പേരെന്താണ്? LRH. സ്ക്വയർ പിരമിഡിൽ 3 ബോക്സസ് പഠിച്ചിട്ടുണ്ട്. LH A/2, EL A/2, EH D/2. ഒരു സിംഗിൾ ബോക്സ് ഇവിടെ പഠിക്കാനുള്ളൂ. LRH എന്താണ്? LRH. Then L is the slant height of the cone, H is the height of the cone, then R is the radius of the cone. L slant height of the cone, H height of the cone, R is the radius of the cone. L square is equal to R square plus H square. L is equal to root of R square plus H square. H is equal to root of L square minus R square. R is equal to root of L square minus H square. ഒരൊറ്റ ബോക്സ് ഇവിടെ പഠിക്കാനുള്ളൂ. ദെൻ റിലേഷൻ പഠിച്ചു ഫസ്റ്റ്. സെക്കൻഡ് സൈഡ് റിലേഷൻ ഓഫ് ദി കോൺ. സൈഡ് റിലേഷൻസ് ആണ് റേഡിയസ് ഓഫ് ദി കോൺ ആൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ, സ്ലാൻറ്റ് ഹൈറ്റ് ഓഫ് ദി കോൺ. L square is equal to R square plus H square. L is equal to root of R square plus H square. R square plus H square. അപ്പോൾ സെക്കൻഡ് റിലേഷൻസ് ഫോം ചെയ്തു അല്ലേ? പ്രോബ്ലംസ് ഒരുമിച്ച് വരും കേട്ടോ. ദെൻ ഇനി നമുക്കുള്ളത് എന്താണ് നോക്കൂ. സർഫസ് ഏരിയ ആൻഡ് ബേസ്, ടോട്ടൽ സർഫസ് ഏരിയ, വോളിയം അല്ലേ? അത് കഴിഞ്ഞ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ടോട്ടൽ സർഫസ് ഏരിയ, ബേസ് ഏരിയ അല്ലേ? ബേസ് ഏരിയ എന്താ മക്കളെ? ബേസ് സർക്കിൾ ഏരിയ πr സ്ക്വയർ. ബേസ് ഏരിയ സർക്കിൾ πr സ്ക്വയർ. ദെൻ കേർവ്ഡ് സർഫസ് ഏരിയ. ഈ ലാറ്ററൽ സർഫസിന് കോണിക്കൽ ഷേപ്പിന് പറയുക കേർവ്ഡ് സർഫസ് എന്നാണ് പറയുക. കേർവ്ഡ് സർഫസ് ഏരിയ, കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും കേർവ്ഡ് സർഫസ് ഏരിയ. ദെൻ കേർവ്ഡ് സർഫസ് ഏരിയക്ക് CSA എന്ന് പറയും. CSA ദാറ്റ് ഈസ് LSA തന്നെയാണത്. സർക്കുലർ റീജിയൻ ആയതുകൊണ്ട് കേർവ്ഡ് സർഫസ് ഏരിയ. കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ
ഏരിയ ഓഫ് ദി സെക്ടറാണ് നോക്കൂ അല്ലേ. എ സെക്ടർ റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ എന്ന് പറയുമ്പോൾ ഈ സെക്ടറിൻ്റെ ഏരിയ തന്നെയല്ലേ ഈ ഇതിനെ റോൾ ചെയ്തിട്ട് കോണിലേക്ക് വരുമ്പം കിട്ടുന്നത്. ഇതാ ആർക്ക് ലെങ്ത് ബേസ് പെരിമീറ്റർ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് റോൾ ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? CSA ആയിട്ട് മാറുന്നു. അപ്പോൾ ഏരിയ ഓഫ് ദി സെക്ടർ ബിക്കം കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. ഏരിയ ഓഫ് ദി സെക്ടർ ബിക്കം കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. ഏരിയ ഓഫ് സെക്ടർ 9th പഠിച്ചിട്ടുണ്ടല്ലോ. ഏരിയ ഓഫ് സെക്ടർ പറഞ്ഞോളൂ. ഏരിയ ഓഫ് സെക്ടർ ഒന്നും അറിയില്ല. ഓക്കെ, വെരി ഗുഡ്, ഹാപ്പി. ആറാണ്, ക്യാപിറ്റൽ ആറാണ്. ഏരിയ ഓഫ് സെക്ടർ പറഞ്ഞോളൂ. പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. സിമ്പിളായിട്ട് 9th പഠിച്ചതാണ്. ദെൻ പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്താണ്? L ആയിട്ട് കൺവേർട്ട് ആവുന്നില്ലേ? L സ്ക്വയർ. ദെൻ എക്സ് ബൈ 360 അല്ലേ. എക്സ് ബൈ 360 നമ്മൾ എന്താ പഠിച്ചത്? R ബൈ L അല്ലേ. എക്സ് സ്ക്വയർ എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു R ബൈ L. എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു റിലേഷനിൽ പഠിച്ചിട്ടുണ്ട് R ബൈ L. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു R ബൈ L. ഒരു L ന്യൂമറേറ്ററിൽ കട്ട് ചെയ്തു, ഒരു ഡിനോമിനേറ്ററിൽ കട്ട് ചെയ്തു. പയ്യല്ലാർ അല്ലേ. പയ്യല്ലാർ എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു മറ്റൊരു സ്റ്റേറ്റുകാരുടെ പേര് പോലെ ഉണ്ട്. പയ്യല്ലാർ അല്ലേ. പയ്യല്ലാർ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഒരാളെ പേര് മാറ്റിയിട്ട് അയാൾ എന്താക്കി? പയ്യാറൽ എന്നാക്കി. എന്താക്കി? കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ പൈ ആർ എൽ. ബേസ് ഏരിയ ഓഫ് ദി കോൺ പൈ ആർ സ്ക്വയർ. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ പൈ ആർ എൽ. ഫോർമുല മാത്രം പഠിച്ചാൽ മതി. കിട്ടുന്നല്ല കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ബേസ് സർക്കുലർ റീജിയൻ, ബേസ് ഏരിയ ഈക്വൽ ടു സർക്കിൾ ഏരിയ പൈ ആർ സ്ക്വയർ. സർക്കിൾ ഏരിയ പൈ ആർ സ്ക്വയർ. ദെൻ കേർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ദി സെക്ടർ. ഏരിയ ഓഫ് ദി സെക്ടർ ബിക്കം CSA ഓഫ് ദി കോൺ. ഏരിയ ഓഫ് ദി സെക്ടർ ബിക്കം CSA ഓഫ് ദി കോൺ. ഏരിയ ഓഫ് സെക്ടർ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. ക്യാപിറ്റൽ ആറാണ് ഇവിടെ റേഡിയസ് നമ്മൾ എടുത്തത്, ഈ ചാപ്റ്ററിൽ എടുത്തത്. ദെൻ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. പുട്ട് എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു R ബൈ L. ദെൻ ക്യാപിറ്റൽ ആർ L സ്ക്വയർ. ക്യാപിറ്റൽ ആർ L. എക്സ് ബൈ 360 R ബൈ L. കട്ടല് ഓരോ L കട്ട് ചെയ്തു. ദാറ്റ് ഈസ് പൈ LR. പയ്യല്ലാർ ഒരു സുഖമില്ല. പയ്യല്ലാർ ഒരു സുഖമില്ലാത്തവരും കൊണ്ട് പയ്യാറൽ എന്നാക്കി മാറ്റി. ദെൻ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ഈക്വൽ ടു പൈ ആർ എൽ. ബേസ് ഏരിയ ഓഫ് ദി കോൺ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ഈക്വൽ ടു പൈ ആർ എൽ. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ഈക്വൽ ടു പൈ ആർ എൽ. ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ. അപ്പോൾ ഫോർമുല മറന്നു പോവോ? ഇല്ല. LRH റിലേഷൻ, ദെൻ റിലേഷൻ ബിറ്റ്വീൻ സെക്ടർ ആൻഡ് കോൺ, ദെൻ സർഫസ് ഏരിയ, ദെൻ സർഫസ് ഏരിയ. പൈ ആർ സ്ക്വയർ ബേസ്, പൈ ആർ എൽ CSA. ടോട്ടൽ എന്താ വരിക? ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ. അതിനെ നമുക്കൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാലോ. പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എല്ലിനെ പൈ ആർ ടേക്കിംഗ് ഔട്ട്സൈഡ് R പ്ലസ് എൽ. പൈ ആർ ഇൻറ്റു R പ്ലസ് എൽ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി കോൺ പൈ ആർ ഇൻറ്റു R പ്ലസ് എൽ. പൈ ആർ ഇൻറ്റു R പ്ലസ് എൽ. പൈ ആർ ഇൻറ്റു R പ്ലസ് എൽ. R റേഡിയസ് ഓഫ് ദി സർക്കിൾ ഓർ കോൺ, റേഡിയസ് ഓഫ് ദി കോൺ. ദെൻ L സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ. L സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ. റേഡിയസ് ഓഫ് ദി കോൺ R, സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ L. ദെൻ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു പൈ ആർ ഇൻറ്റു R പ്ലസ് എൽ. അപ്പോൾ നമ്മൾ പഠിച്ചൊന്ന് റിവൈസ് ചെയ്ത് നോക്കാലോ. എന്താ ഫസ്റ്റ് പഠിച്ചത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്ടർ ആൻഡ് കോൺ. വാട്ട് ഇസ് മീൻ ബൈ സെക്ടർ? എ സെക്ടർ ഈസ് എ റീജിയൻ ബൗണ്ടഡ് ബിറ്റ്വീൻ ടു റേഡിയൈ ആൻഡ് കറസ്പോണ്ടിങ് ആർക്ക്, ദാറ്റ് ഈസ് കോൾഡ് സെക്ടർ. ദെൻ ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ബിക്കം ബേസ് പെരിമീറ്റർ ഓഫ് ദി കോൺ. റേഡിയസ് ഓഫ് ദി സെക്ടർ ബിക്കം സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ. Radius of the sector becomes slant height of the cone. Then relation between 2 pi r into x by 360 is equal to 2 pi r. Then cut to 2 pi. Then arrangements we get x by 360 is equal to small r by capital R. Then capital R is the slant height of the cone.
x by 360 is equal to r by l. What is the relation between sector and cone? X by 360 is equal to r by l. X by 360 is equal to r by l. X by 360 is equal to r by l. Then LRH. Radius of the cone, r height of the cone, h slant height of the cone, L square is equal to r square plus h square. L is equal to root of r square plus h square. Our relation. Base area pi r square, area of circle pi r square. Then curved surface area, area of sector. Then rearrange, we get r pi l. r pi l നോക്കി കിട്ടും അല്ലേ? r pi l നെയൊക്കെ മാറ്റി നമ്മൾ എന്ത് ചെയ്തു? pi r l എന്നാക്കി. pi r l. ഓക്കെ, pi r l. വെരി ഗുഡ്. ഇനി അതിൽ തന്നെ പഠിച്ചാൽ വോളിയം. ഇറ്റ് ഇസ് മീൻ ബൈ വോളിയം ഈക്വൽ ടു 1/3 പാർട്ട് ഓഫ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് 1/3 pi r square h. വോളിയം ഈക്വൽ ടു 1/3 pi r square h. ഇപ്പോൾ ഫോർമുല പഠിച്ചല്ലോ, 1/3 pi r square h. 1/3 pi r square h. വോളിയം ഓഫ് ദി കോൺ ഈക്വൽ ടു 1/3 pi r square h. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. കോണിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. എന്തൊക്കെയാണ് കോണിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഫസ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്ടർ ആൻഡ് കോൺ. ഇനി കോൺ സെക്ഷനിലെ പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി റേഡിയസ് ഓഫ് ദി ബേസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ? Radius of the base and slant height of a cone made by rolling up a sector of central angle 60 degree cut out from a circle of radius 10 centimeter. ഇവിടെ നോക്കാം, സർക്കിൾ റേഡിയസ് 10 ആണ്. ദെൻ ഒരു സെക്ടർ കട്ട് ചെയ്തു 60 ഡിഗ്രിയിൽ. ആ സെക്ടർ ഞാൻ ഇവിടേക്ക് മാറ്റി വരച്ചു. ഇതാണ് സെക്ടർ. ദെൻ സെക്ടർ റോളിംഗ് ചെയ്തു ടു മേക്ക് എ കോൺ. ദെൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്. സർക്കിളിൽ നിന്നൊരു സെക്ടർ കട്ട് ചെയ്തു 60 ഡിഗ്രി. ദെൻ ദാറ്റ് ഇസ് സെക്ടർ, റേഡിയസ് 10, സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി, റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. ദെൻ സ്ലാൻഡ് ഹൈറ്റ് L, റേഡിയസ് ഓഫ് ദി സെക്ടർ സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് കിട്ടി. സ്ലാൻഡ് ഹൈറ്റ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഇതാ റേഡിയസ് 10 ആണ്, സെക്ടറിൻ്റെ റേഡിയസ് തന്നെയാണ് സ്ലാൻഡ് ഹൈറ്റ് ഈക്വൽ ടു 10. ദെൻ റേഡിയസ് ഓഫ് കോൺ സ്മോൾ r കാൽക്കുലേറ്റ് ചെയ്യണം. x by 360 is equal to r by l. Relationship between sector and cone equal to x by 360 is equal to r by l. X by 360 is equal to r by l. X central angle 60 degree by 360 is equal to small r കാണണം, l slant height നേരത്തെ കിട്ടി 10. Cross multiplication 360 into r equal to 60 into 10. Then r equal to 600 by 360. 0 കട്ട് ചെയ്തു, 6 കൊണ്ട് കട്ട് ചെയ്തു, 10 by 6, 2 കൊണ്ട് കട്ട് ചെയ്തു, 5/3. 5/3 means 1320, 0.6, 1820, 1.6666 etc. That is 1.67 centimeter. Radius of the cone equal to 1.67 centimeter and slant height of the cone equal to radius of sector 10 centimeter. അപ്പോൾ ശ്രദ്ധിക്കുക. Then circle cut ചെയ്തു sector, radius 10 centimeter. Then to make a cone, radius of the sector, slant height of the cone 10 centimeter. Then x by 360 is equal to r by l. X by 360 is equal to r by l. X by 360 is equal to r by l. Rearrange.
60 by 360 is equal to r by 10. Then arrangement we get 1.6666 etc. That is 1.67 centimeter. കിട്ടിയല്ലോ? കിട്ടിയെന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണ്. ആ റിലേഷൻസ് പഠിച്ചാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ആണ് ഫസ്റ്റ് റിലേഷൻസ്, ഏരിയാസ്, വോളിയംസ് അങ്ങ് പഠിച്ചാളാം. റിലേഷൻസ്, ഏരിയാസ് ആൻഡ് വോളിയംസ്. നെക്സ്റ്റ് question, what is the central angle of the sector? What is the central angle of the sector to be used to make a cone? To be used to make a cone of base radius 10 centimeter, of base radius 10 centimeter and slant height 25 centimeter and slant height 25 centimeter. അപ്പോൾ സെൻട്രൽ ആംഗിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബേസ് റേഡിയസ് ഓഫ് ദി കോൺ എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ 10 സെൻറ്റിമീറ്റർ, സ്ലാൻഡ് ഹൈറ്റ് എൽ ഇസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. ബേസ് റേഡിയസ് 10 ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 25. ദെൻ റിലേഷൻ എക്സ് ബൈ 360 is equal to r by l. എക്സ് കാണണം. എക്സ് ബൈ 360 is equal to 10 by 25. x by 360 is equal to cut 5 2 by 5 cross multiplication 5 into x equal to 360 into 2, x equal to 360 into 2 divided by 5 cut ചെയ്തു 72 into 5 ആണ് 360, x equal to 144 degree. Central angle of the sector equal to 144 degree. Then radius of cone തന്നിട്ടുണ്ട് 10 centimeter, slant height ഓൾറെഡി തന്നു 25 centimeter. x central angle കാൽക്കുലേറ്റ് ചെയ്യണം. x by 360 is equal to r by l. പ്രോബ്ലം ചെയ്ത് അങ്ങ് പഠിക്കുക തന്നെ. 2 മാർക്കിൻ്റെ ഒരു സെക്ഷനാണ് ഇത്. 2 മാർക്കിന് വളരെ സെറ്റപ്പായിട്ട് വരുന്ന ഒരു സെക്ഷനാണ്. നെക്സ്റ്റ്, what is the ratio of the base radius and slant height? What is the ratio of the base radius and slant height of a cone made by rolling up a semicircle? Made by rolling up a semicircle. ഒരു സെമിസർക്കിൾ റോൾ ചെയ്തിട്ട് ഒരു കോൺ ഫോം ചെയ്യാം. സെമിസർക്കിൾ റോൾ ചെയ്ത് ഒരു കോൺ ഫോം ചെയ്തു. Then central angle of semicircle 180. Ratio of the radius and slant height ഇതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x by 360 is equal to r by l. x by 360 is equal to r by l. 180 by 360 is equal to r by l. r by l അങ്ങനെ വെച്ചു. റേഷ്യോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കട്ട് 0 1 by 2 is equal to r by l. That is 1:2 is equal to r is to l. Radius of the cone and slant height of the cone equal to ratio of the radius of the cone and slant height of the cone equal to 1:2. 1:2. Semicircle rolled up to make a cone. Then ratio of radius and slant height 1:2. അപ്പോൾ സെമിസർക്കിൾ ആംഗിൾ എത്രയാ? 180 ഡിഗ്രി. അതറിയണോ? അതറിയാത്തവനോ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ലൈവ് അടിച്ചിരിക്കും അല്ലേ, ഇങ്ങനെ നോക്കിയിരിക്കും, വേറൊന്നുമില്ല. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി കേർവ്ഡ് സർഫസ്? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി കേർവ്ഡ് സർഫസ് ഓഫ് എ കോൺ ഓഫ് ബേസ് റേഡിയസ് 12 centimeter, base radius 12 centimeter and slant height 25 centimeter, and slant height 25 centimeter. R is equal to 12 centimeter, L is equal to 25 centimeter. എന്താ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത്? കേർവ്ഡ് സർഫസ് ഏരിയ. എന്താ കേർവ്ഡ് സർഫസ് ഏരിയ? പൈ ആർ എൽ. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ പൈ ആർ എൽ. പൈ ക്വസ്റ്റ്യനിൽ പറയുമ്പം കൊടുക്കുക 12 into 25. That is equal to 300 pi centimeter square. 300 pi centimeter square or square centimeter.
പൈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് പാർട്ടിൽ പറയും കേട്ടോ. ആ സമയത്ത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ഈക്വൽ ടു πRL. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ, ചെയ്തു. അപ്പോൾ ഫോർമുലാസൊക്കെ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അതിങ്ങനെ ചെയ്ത് പഠിക്കുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ കോൺ? സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടലാണ് കാണേണ്ടത് കേട്ടോ. കേർവ്ഡ് സർഫസിന് സെപ്പറേറ്റ് പറയും, കേർവ്ഡ് സർഫസ്. വാട്ട് ഈസ് ദി സർഫസ് ഏരിയ ഓഫ് എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 30 സെൻറ്റിമീറ്റർ, 30, ബേസ് ഡയമീറ്റർ 30 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 40 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ. ദെൻ സർഫസ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബേസ് ഡയമീറ്റർ 30 ആണെങ്കിൽ റേഡിയസ് എത്രയാണ് മക്കളെ? 15 ആണ്, ഹാഫാണ്. ഹൈറ്റ് 40. എൽ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? എൽ അൺനോൺ. നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ട് എല്ലിന്. എന്താ റിലേഷൻ? എൽ ഇസ് ഈക്വൽ ടു √r² പ്ലസ് h². 15 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ എത്ര? 15 സ്ക്വയർ 225 പ്ലസ് 1600, 1825. പെർഫെക്റ്റ് റൂട്ട് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഇടുക. 5 കൊണ്ട് ചെയ്തു. ദെൻ 3 15, 3 6 5, 7 5s are 35, ബാലൻസ് 1 3, 73 പ്രൈം നമ്പറാണ്. 5√73 L, 5√73. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു πr ഇൻറ്റു r പ്ലസ് എൽ, πr ഇൻറ്റു r പ്ലസ് എൽ, പൈ ഇൻറ്റു 15 ഇൻറ്റു 15 പ്ലസ് 5√73. എന്താ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രാക്കറ്റ് വേണമെന്ന് ക്യാൻസൽ ചെയ്യാം. ദെൻ 15 ഇൻറ്റു 15 225 പൈ പ്ലസ് ദെൻ 15 പൈ ഇൻറ്റു 5√73, 75√73 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിനപ്പുറം വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അതിനെ വേണേൽ പൈ ടേക്കിംഗ് ഔട്ട് സൈഡൊക്കെ ആക്കി എഴുതുക എന്നല്ലാതെ വേറൊന്നുമില്ല. 75√73 പൈ പ്ലസ് 225 പൈ. ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക? പൈ ടേക്കിംഗ് ഔട്ട് സൈഡ് ചെയ്താൽ 225 പ്ലസ് 75√73 ബ്രാക്കറ്റിലിട്ടിട്ട് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി എങ്ങാനും അതിനെ 300√73 എഴുതിയാൽ ഉള്ളത് കംപ്ലീറ്റ് പോയി കിട്ടി. ഓക്കെ. ദെൻ ഫിഗർ റഫായിട്ട് വരച്ചാൽ മതി, ഇമ്പോർട്ടൻസ് ഇല്ല. റേഡിയസ് 15, ഹൈറ്റ് 40, സ്ലാൻഡ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തു √1825. ദെൻ ഫാക്ടറൈസേഷൻ വി ഗെറ്റ് 5√73. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ πr ഇൻറ്റു r പ്ലസ് എൽ, πr ഇൻറ്റു r പ്ലസ് എൽ, πr ഇൻറ്റു r പ്ലസ് എൽ, πr ഇൻറ്റു r പ്ലസ് എൽ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ അറേഞ്ച് ചെയ്തു ആൻസർ എഴുതി വെച്ചു. 225 പ്ലസ് 75√73 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി മക്കളെ, വേറെ പ്രയാസമൊന്നുമില്ല. എടുക്കുന്നല്ലോ, അത്രയും കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്തിരുന്നുണ്ട്. നെക്സ്റ്റ് വൺ എടുത്തോളൂ. എ കോണിക്കൽ ഫയർ വർക്ക്. കോണിക്കൽ ഫയർ വർക്ക് എന്ന് പറഞ്ഞാൽ മേശാപ്പൂ, എന്താ പൂക്കുറ്റി എന്നൊക്കെ പറയുന്ന സാധനം, പൂക്കുറ്റി. എ കോണിക്കൽ ഫയർ വർക്ക് ഈസ് ഓഫ് ബേസ് ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ, ബേസ് ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ. ഫുൾ സ്റ്റോപ്പ്. ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ, ഫുൾ സ്റ്റോപ്പ്. 10,000 such firework are to be wrapped in color paper. 10,000 such fireworks are to be wrapped in color paper. കളർ പേപ്പർ കൊണ്ട്, വർണ്ണക്കടലാസ് കൊണ്ട് അതിനെ കവർ ചെയ്യണം. wrapped in color paper. Full stop. The price of the color paper is 2 rupees per meter square. 2 rupees per meter square. ഒരു മീറ്റർ സ്ക്വയർ 2 രൂപ കളർ പേപ്പർ. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? ടോട്ടൽ കോസ്റ്റ് കണ്ടിട്ടില്ലേ? കോണിക്കൽ ഫയർ വർക്ക്. അപ്പോൾ കംപ്ലീറ്റ് കളർ പേപ്പർ കൊണ്ട് എന്ത് ചെയ്യണം? റാപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത്.
അപ്പോൾ കളർ പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ സർഫസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് റാപ്പ് ചെയ്യുക അല്ലേ? ടോട്ടൽ സർഫസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത്? 5. ഡയമീറ്റർ 10, റേഡിയസ് 5. ദെൻ പറയൂ. റേഡിയസ് ഹൈറ്റ് 12. Then L is equal to root of 12 square plus 5 square, 144 plus 25, root 169, 13. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. റേഡിയസ് 5, ഹൈറ്റ് 12, സ്ലാൻഡ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് തിരിച്ചിട്ടാണ്, ഇങ്ങനെയാണ് കോണിക്കൽ ഫയർ വർക്ക് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇതിലായിട്ട് കത്തിക്കുക ചെയ്യുക, അങ്ങനെ അങ്ങോട്ട് ചീറ്റി പോവുക ചെയ്യുക, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ബേസും കൂടി കവർ ചെയ്യണം. കളർ പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ കൊണ്ടല്ല ഫുള്ളായിട്ട് കവർ ചെയ്യും. അല്ലെങ്കിൽ ബേസിൽ കവർ ചെയ്തില്ലെങ്കിലോ അങ്ങനെ കത്തിക്കുമ്പോഴേക്കും ഇങ്ങനെ കയ്യിലിങ്ങനെ പൊക്കുമ്പോഴേക്കും മരുന്ന് ഇങ്ങനെ വീഴും, പിന്നെ കത്തിക്കാനുണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, L is equal to 13. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 1 ഫയർ വർക്ക് πr into r plus L. πr into r plus L. pi into 5 into 5 plus 13. Pi into 5 into 18, that is 90 pi centimeter square. ഒരെണ്ണത്തിൻ്റെത് പൈയൊക്കെ ലാസ്റ്റ് കൊടുക്കണം. കാരണം ഇവിടെ പൈ കൊടുക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ കാരണം എന്താ? ടോട്ടൽ കോസ്റ്റ് ഓഫ് കളർ പേപ്പറാണ്. അപ്പം മസ്റ്റായിട്ട് പൈ കൊടുക്കണം, ലാസ്റ്റ് കൊടുത്താൽ മതി. ദെൻ നെക്സ്റ്റ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 10,000 ഫയർ വർക്ക് 90 pi into 10,000. അങ്ങനെ തന്നെ വെക്കുക. Then total surface area of 10,000 fire work in meter square. മീറ്റർ സ്ക്വയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 90 pi into 10,000 by 10,000. സെൻറ്റിമീറ്റർ സ്ക്വയർ കൺവേർട്ട് ഇൻറ്റു മീറ്റർ സ്ക്വയർ ബൈ 10,000. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 10,000 തന്ന്? സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് തന്നത് അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻഡ് ചെയ്ത് കട്ടട്ട് ഇപ്പോൾ കട്ടായി. 10,000 ദാറ്റ് ഈസ് 90 pi meter square. 90 pi meter square. Then total cost of color paper. മീറ്റർ സ്ക്വയറിന് 2 rupees അല്ലേ? 90 into 3.14 into 2. ഓക്കെ, 90 into 2 എത്രയാണ്? 180 into 3.14. 180 into 3.14 എന്ന് പറഞ്ഞാൽ 3.14 into 18 ചെയ്യാം. 2565. ദെൻ ഒരു 0 ഇട്ട് കൊടുത്തു, 2 decimal place ഇട്ട് കൊടുത്തു. 565.20 rupees. 565.20 rupees ആ കളർ പേപ്പറിൻ്റെ മാത്രം കോസ്റ്റ്. അതിന് നമുക്കെന്ത് പറയാം? 565 rupees എന്ന് റൗണ്ട് ഓഫ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ്? ഫയർ വർക്ക്. ഏത് ഷേപ്പ്? കോണിക്കൽ ഷേപ്പ്. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ, റേഡിയസ് ഓൾറെഡി ഉണ്ട്, ഹൈറ്റ് ഓൾറെഡി ഉണ്ട്, L കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 1 ഫയർ വർക്ക് ആൻഡ് 10,000 ഫയർ വർക്ക് ഇൻ മീറ്റർ സ്ക്വയർ. കൺവേർട്ട് ഇൻ മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 90 pi into 2, 9 into 3.14 into 2, 565 rupees എന്ന് എഴുതണേ. നെക്സ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് for a cone made by rolling up a semicircle, the area of the curved surface is twice the base area. Curved surface in area base in the twice ആണെന്നാണ് പറയുന്നത്. area of curved surface area is twice the base area. ഇപ്പോൾ ഇവിടെ നോക്കുക, ഒരു സെമി സർക്കിളാണ്, റോൾ ചെയ്തു, കോണാക്കി,
180 ആണ്. ദെൻ റേഡിയസ് സ്ലാൻഡ് ഹൈറ്റ്. ദെൻ റിലേഷൻ ഫസ്റ്റ് ചെയ്യാം. എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ. 180 ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ. 1/2 ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ. എൽ ഇസ് ഈക്വൽ ടു 2r. സ്ലാൻഡ് ഹൈറ്റ് ഈക്വൽ ടു 2r എന്ന് കണ്ടുവച്ചു. എൽ ഇസ് ഈക്വൽ ടു 2r. ദെൻ ബേസ് ഏരിയ ഓഫ് കോണ് പൈ ആർ സ്ക്വയർ. ബേസ് ഏരിയ ഓഫ് കോണ് പൈ ആർ സ്ക്വയർ അവിടെ വെച്ചു. ദെൻ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ പൈ ആർ എൽ. ദെൻ എൽ പുട്ട് എൽ ഇസ് ഈക്വൽ ടു 2r. പൈ ആർ ഇൻറ്റു 2r. ദാറ്റ് ഈസ് പൈ ആർ ഇൻറ്റു 2r മീൻസ് ആർ സ്ക്വയർ അല്ലേ. 2 പൈ ആർ സ്ക്വയർ. ദെൻ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ഈക്വൽ ടു ഡബിൾ ഓഫ് ദി ബേസ് ഏരിയ. Then base area of the cone equal to half the curved surface area. ഇവിടെ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഡബിൾ ആണോ ഹാഫ് ആണോ? ട്വൈസ് ദ curved surface area of the cone is twice the base area. ബേസ് ഏരിയയുടെ ട്വൈസ് ആയി. കുറച്ച് ശ്രദ്ധിക്കുക. സെമി സർക്കിൾ 180 ബൈ 360 റിലേഷൻസ് ഫോം ചെയ്തു. ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു 1:2. ദാറ്റ് ഈസ് എൽ ഇസ് ഈക്വൽ ടു 2r. സ്ലാൻഡ് ഹൈറ്റ് ഈക്വൽ ടു 2r. ഇനി ഓരോ സ്റ്റെപ്പ് ചെയ്യുക. ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ. കേർവ്ഡ് സർഫസ് ഏരിയ പൈ ആർ എൽ. പുട്ട് എൽ ഇസ് ഈക്വൽ ടു 2r. ദെൻ പൈ ആർ ഇൻറ്റു 2r. ദാറ്റ് ഈസ് 2 പൈ ആർ സ്ക്വയർ. ട്വൈസ് ദി ബേസ് ഏരിയ. അടിയിൽ എഴുതിയേക്കുക. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ഈക്വൽ ടു ട്വൈസ് ദി ബേസ് ഏരിയ. ആരെ റോൾ ചെയ്യുമ്പോഴാണ്? സെമി സർക്കിൾ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെമി സർക്കിൾ റോൾ ചെയ്തിട്ടുള്ള റിലേഷൻ. L is equal to 2r. Slant height equal to 2r. Then base area, curved surface area is equal to twice its base area. Twice its base area. പ്രൂവ് ചെയ്തല്ലോ. വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്തു. ദെൻ കുറച്ച് വോളിയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമുക്ക് സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയറിലേക്ക് കിടക്കാം. ദി ബേസ് റേഡിയസ് ആൻഡ് height of a cylinder. Height of a cylinder. 9th സിലിണ്ടർ പഠിച്ച്. ദി ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ട്രിക്കൽ ബ്ലോക്ക്. സിലിണ്ടർ അല്ല, സിലിണ്ട്രിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ് ആർ 15 centimeter ആൻഡ് 40 centimeter. 15 centimeter ആൻഡ് 40 centimeter. What is the volume of the largest cone? What is the volume of the largest cone that can be carved out of this? CARVED. Carved out. തുരന്നെടുക്കുക. Carved out of this. അപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ വുഡൻ ഷേപ്പാണ്. ഒരു സിലിണ്ട്രിക്കൽ വുഡൻ ഷേപ്പിൽ അല്ലേ, സിലിണ്ട്രിക്കൽ ബ്ലോക്കാണ്, വുഡൻ ബ്ലോക്കാണ്. 15 centimeter റേഡിയസ്, ഹൈറ്റ് 40 centimeter. എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി കാവ്ഡ് ഔട്ട് ഫോർ ദിസ്. അതിൽ നിന്ന് തുരന്നെടുക്കുന്ന ഈ ലാർജസ്റ്റ് കോൺ. അപ്പോൾ ലാർജസ്റ്റ് കോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്താൽ മതിയോ? പോരാ, ഫുള്ളായിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഹൈറ്റ് 40, റേഡിയസ് 15 ഒരു കോണാണ് കാവ്ഡ് ഔട്ട് ചെയ്യേണ്ടത്. ഹൈറ്റ് 40, റേഡിയസ് 15. ഇതാണ് എന്ത്? കാവ്ഡ് ഔട്ട് കോണായിട്ട് വരുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് ദി കോൺ ഈക്വൽ ടു 15 centimeter. ദെൻ ഹൈറ്റ് ഓഫ് ദി കോൺ ഈക്വൽ ടു 40 centimeter. ഇതാണ് വുഡൻ ബ്ലോക്ക്. ഈ വുഡൻ ബ്ലോക്കിൽ നിന്ന് 40 centimeter ഹൈറ്റ് ആൻഡ് റേഡിയസ് 15. ദെൻ കോണിക്കൽ ഷേപ്പ് കാവ്ഡ് ഔട്ട്. ലാർജസ്റ്റ് കോൺ എന്ന് പറയുന്നത് കൊണ്ടാണ് ഫുള്ള് കറക്റ്റ് ചെയ്ത്. ഹൈറ്റ് നോ ചേഞ്ച്. ദെൻ 40 ഹൈറ്റ്, റേഡിയസ് ഈക്വൽ ടു 15 centimeter. ദെൻ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്താ മക്കളെ വോളിയം ഓഫ് ദി കോൺ? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 ഇൻറ്റു പൈ ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 40. പൈ കൊടുക്കണ്ട, ക്വസ്റ്റ്യനിൽ പറയുമ്പം കൊടുത്താൽ മതി. കട്ട് 15, കട്ട് 3, 5. 5 ഇൻറ്റു 40 200. 200 ഇൻറ്റു 15 പൈ. ദാറ്റ് ഈസ് 3000 പൈ cubic centimeter. Volume of the largest cone equal to
3000 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ. എത്ര വൃത്തിയായിട്ട് നമ്മൾ ചെയ്തു അല്ലേ? അപ്പോൾ സിലിണ്ടറിക്കൽ ബ്ലോക്ക്, കോൺ കാവ്ഡ് ഔട്ട് ചെയ്തു. കാവ്ഡ് ഔട്ട് ചെയ്യാന്നാൽ ചെത്തിയെടുക്കുക, തുരന്നെടുക്കുക അല്ലേ? ഹൈറ്റ് നോ ചേഞ്ച്, റേഡിയസ് നോ ചേഞ്ച്. നെക്സ്റ്റ് പറഞ്ഞോളൂ. ദി ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ സിലിണ്ടർ are 12 centimeter and 20 centimeter. By melting it, അത് ഉരുക്കുക, melting it, and recasting, വീണ്ടും ഉണ്ടാക്കുക, recasting, how many cones of base radius 4 centimeters and height 5 centimeters can be made. എന്താ ഇവിടെ പറഞ്ഞത്? ഒരു സിലിണ്ടറിനെ, മെറ്റാലിക് സിലിണ്ടറിൻ്റെ റേഡിയസ് എത്രയാണ്? മെറ്റാലിക് സിലിണ്ടർ റേഡിയസ് 12, ഹൈറ്റ് 20. റേഡിയസ് 12, ഹൈറ്റ് 20. ദെൻ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് എ കോൺ. ഒരു കോൺ റീകാസ്റ്റ് ചെയ്യണം. കോൺ റേഡിയസ് എത്രയാണ് മക്കളെ? കോൺ റേഡിയസ് 4, ഹൈറ്റ് h, ഹൈറ്റ് 5, ഹൈറ്റ് h മീൻസ് 5. എത്ര കോൺ ഫോം ചെയ്യാം? അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു ഗോൾഡ് ബിസ്ക്കറ്റ് 2 പവൻ 2 പവൻ ഗോൾഡ് ബിസ്ക്കറ്റ് കൊടുത്ത് ഒരു ഗോൾഡ് സ്മിത്തിനോട് നമ്മൾ പറഞ്ഞു, ഇത് 1 പവൻ്റെ 2 ബാങ്കിൾ ഫോം ചെയ്യണം, ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ബാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി 2 പവൻ ബിസ്ക്കറ്റ് ഷേപ്പാണ് കൊടുത്തത്. അപ്പോൾ ബിസ്ക്കറ്റ് ഷേപ്പുകൾ എന്ത് ചെയ്യും? മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ടു മേക്ക് എ ബാങ്കിൾ, റൗണ്ട് ഷേപ്പ് ബാങ്കിൾ ഫോം ചെയ്തു. എത്ര ബാങ്കിൾ കിട്ടും? 2 ബാങ്കിൾസ് കിട്ടും. ഈച്ച് ബാങ്കിൾ കണ്ടെയ്ൻ 1 അല്ലേ? 1 പവൻ 8 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് നമ്മളെന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത 2 പവനാണ്. ബാങ്കിൾ വാങ്ങുന്നത് 2 പവൻ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമോ? പോരൂല, അത് കിട്ടിയിട്ടോ അങ്ങോട്ട് പോരുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ്, വോളിയം നോ ചേഞ്ച്. വോളിയത്തിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. ഷേപ്പ് മാറും. ബിസ്ക്കറ്റ് ഷേപ്പ് ബാങ്കിൾ ഷേപ്പായി, സിലിണ്ടറിക്കൽ ഷേപ്പ് കോണിക്കൽ ഷേപ്പ്, അതേത് വേണം ഷേപ്പിലേക്ക് മാറ്റാം. കിട്ടുന്നല്ലോ. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കോൺ. ഇത് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. എത്ര ഷേപ്പ് ചെറുതുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തുണ്ടാക്കാം? ഇതിൻ്റെ വോളിയം കൂടി എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്പർ ഓഫ് കോൺസ് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോൺസിൻ്റെ വോളിയവും ഈ സിലിണ്ടറിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിനെ മെൽറ്റ് ചെയ്തിട്ടാണ് ചെറുതുണ്ടാക്കുന്നത്. ഇപ്പോൾ 2 പവൻ ബിസ്ക്കറ്റ് എന്താക്കി? 1 പവൻ്റെ 2 റിങ് ആക്കി മാറ്റി. റിങ്ങല്ല, 2 ബാങ്കിളാക്കി മാറ്റി. അതേ കേസ് തന്നെ ഈ ഒരു സാധനം, ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് എത്ര കോണാക്കി മാറ്റാം എന്നാണ് ചോദ്യം. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ എവിടെ പഠിച്ചതാ? വോളിയം ഓഫ് സിലിണ്ടർ ഹൈറ്റ് എത്രയാണ്? സിലിണ്ടറിൻ്റെ ഹൈറ്റ് ഞാൻ h എന്ന് എഴുതി വെച്ചത്. സിലിണ്ടറിൻ്റെ ഹൈറ്റ് എത്രയാണ്? സിലിണ്ടറിൻ്റെ ഹൈറ്റ് ഇവിടെ തന്നിരിക്കുന്നത് 20 ആണ്. വോളിയം ഓഫ് സിലിണ്ടർ 9th പഠിച്ചതാണ്. എനി സോളിഡ്, എനി പ്രിസം, വോളിയം ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, πr²h, ദെൻ പൈ ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു h20 അവിടെ വെച്ചു. സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയം ഓഫ് ദി സിലിണ്ടർ. അത് ലാസ്റ്റ് കട്ട് ചെയ്ത് പോകും, അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചത്. നെക്സ്റ്റ് വോളിയം ഓഫ് ദി കോണിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ കോൺ 1/3 πr²h, 1/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് 4 ഇൻറ്റു 4 ഇൻറ്റു h5 അങ്ങനെ വെച്ചു അല്ലേ? ഇനി നമ്പർ ഓഫ് കോൺസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ബൈ വോളിയം ഓഫ് 1 കോൺ. നമ്പർ ഓഫ് കോൺ ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 കോൺ. പൈ ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 1/3 ഇൻറ്റു പൈ ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 5. പൈക്കട്ട് 3 എവിടേക്ക് ട്രാൻസ്പോസ് ചെയ്തു? റെസിപ്രോക്കലായിട്ട് ന്യൂമറേറ്ററിലേക്ക് മാറി.
12 into 12 into 20 divided by 20 into 3 divided by 4 into 4 into 5. 1/3 reciprocals 3/1 ആണ്. അത് ന്യൂമറേറ്ററിലേക്ക് മാറി 3. 4 12 കട്ട് ചെയ്തു 3, 4 12 കട്ട് ചെയ്തു 3, 5 കട്ട് ചെയ്തു 24. 3 3s are 9, 9 3s are 27 into 4. That is 108 small cones ഫോം ചെയ്യാം. എത്ര കോൺ ഫോം ചെയ്യാം? 108 കോൺസ് ഫോം ചെയ്യാം. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 കോൺ ദാറ്റ് ഇസ് ഈക്വൽ ടു 108. ദെൻ 108 ഇൻറ്റു വോളിയം ഓഫ് കോൺ ഇസ് ഈക്വൽ ടു എന്താണ്? വോളിയം ഓഫ് സിലിണ്ടറാ. 108 കോൺ ഫോം ചെയ്യാൻ പറ്റും ഈ ഒരു സാധനം വെച്ചിട്ട്. അപ്പോൾ ഇത് ലാർജർ സാധനമായിരിക്കും, ഇത് ചെറിയ ചെറിയ സാധനമായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ 108ൻ്റെ വോളിയം ഒരുമിച്ച് നോക്കിയാൽ വോളിയം ഓഫ് സിലിണ്ടറിന് ഈക്വലാണ്. അപ്പോൾ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അത് വൃത്തിയായിട്ട് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ πr²h ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് 9th പഠിച്ചതാ. ദെൻ വോളിയം ഓഫ് കോൺ 1/3 πr²h. വോളിയം ഓഫ് കോൺ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 കോൺ ദാറ്റ് ഇസ് ഈക്വൽ ടു 108 സച്ച് കോൺസ് ഫോം ചെയ്യാം. ഓക്കെ, അത് ഡിവൈഡ് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ വളരെ നീറ്റാക്കിയിട്ട് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് വളരെ നീറ്റായിട്ട് സിംപ്ലിഫൈ ചെയ്യുക. കാൽക്കുലേഷൻ തെറ്റിക്കരുത്. അതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാൽക്കുലേഷനാണ്. അത് മനസ്സിലാക്കി വെക്കണം, നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, a sector of central angle 216 degree is cut out from a circle of radius 25 centimeter and is rolled up to make a cone. What are the base radius and height of the cone? What is its volume? അപ്പോൾ ഒരു സർക്കിളിന് കട്ട് ചെയ്തൊരു സെക്ടർ മാത്രം ഇങ്ങോട്ട് വരയ്ക്കുക. അല്ലാണ്ട് ഫുള്ളായിട്ട് സർക്കിൾ വരച്ച് സെക്ടർ ഇങ്ങനെ ആക്കണമെന്നില്ല. സെക്ടറിൻ്റെ കട്ട് ചെയ്ത് 216 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ. 216 ഡിഗ്രി. circle radius 25, that is radius of the sector 25. To make a cone form ചെയ്തു. Then radius calculate ചെയ്യണം, height calculate ചെയ്യണം. base radius and height. Relations അറിയാലോ. x/360 is equal to r/l. അതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. x/360 is equal to r/l. x 216 divided by 360 is equal to r/l is equal to radius of the sector. L is equal to radius of the sector 25. Cross multiplication, r into 360 is equal to 25 into 216. r is equal to 25 into 216 divided by 360. കട്ട് ചെയ്താൽ 5 25 5 360 72 times. 72 into 5. എനിക്ക് 5ൻ്റെ ടേബിൾ 72 വരെ അറിഞ്ഞിട്ടല്ല, ഓക്കെ, അപ്രോക്സിമേറ്റ് നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മെമ്മറിയിൽ ഇട്ടതാണ്. 72 216 കട്ട് ചെയ്തു 3 5s are 15. റേഡിയസ് ഈക്വൽ ടു 15. ദെൻ സ്ലാൻഡ് ഹൈറ്റ് ഓൾറെഡി ഉണ്ട് 25. റേഡിയസ് ഓഫ് സെക്ടർ സ്ലാൻഡ് ഹൈറ്റ് ആണ്. ദെൻ എച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. എച്ചിൻ്റെ ഫോർമുല ഉറക്കെ പറഞ്ഞോളൂ. h is equal to root of L² minus R². ഈ ഫോർമുല ബൈ ഹാർട്ട് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഈ പരിപാടി നടക്കൂലെന്ന്. റൂട്ട് ഓഫ് 25² minus 15². 625 minus 225. root 400, that is 20. h is equal to 20. Then volume 1/3 πr²h. 1/3 pi into radius 15. 15 into 15 into 20. 15 3 കട്ട് ചെയ്യാം മക്കളെ. 5 2 20s are 100. 100 into 15 1500 pi
സെൻറ്റിമീറ്റർ ക്യൂബ്. മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പഠിക്കുക, ഈസി കാൽക്കുലേഷൻ ചെയ്ത് പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ്. 1500 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. സെക്ടർ, അതിൽ നിന്ന് റേഡിയസ്, ഹൈറ്റ്, പൈത്തഗോറസ് വെച്ച് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വോളിയം കണ്ടുപിടിക്കാൻ. അപ്പോൾ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക. ഫൈൻ ദ റേഡിയസ്, ഫൈൻ ദ സ്ലാൻഡ് ഹൈറ്റ്, ഫൈൻ ദ വോളിയം, അങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക. നെക്സ്റ്റ്, the base radii of two cones are in the ratio, the base radii of two cones are in the ratio 3:5. the base radii of, radii എന്താണ് പ്ലൂരൽ ഫോം ആയതുകൊണ്ട്, the base radii of two cones are in the ratio 3:5. the base radii of two cones are in the ratio 3:5 and their heights are in the ratio 2:3. heights are in the ratio 2:3. what is the ratio of their volume? what is the ratio of their volume? അപ്പോൾ റേഡിയൈ ആയതുകൊണ്ട് രണ്ടെണ്ണുള്ളത് കൊണ്ട് R1:R2 3:5, H1:H2, ഹൈറ്റ്സ് 2:3. R1:R2 3:5, H1:H2 2:3. ഫസ്റ്റ് വോളിയം 1/3 V1 പൈ R1 സ്ക്വയർ H1. സെക്കൻഡ് വോളിയം 1/3 പൈ R2 സ്ക്വയർ H2. R1 R2നെ ഞാൻ എന്ത് ചെയ്തു, റേഷ്യോ കമ്പയറിങ് ടു ആർ മോർ ക്വാണ്ടിറ്റീസ് ആണ്. R1 3R, R2 5R എഴുതി വെക്കുക. R1 3R, വേറെ വേരിയബിൾ എടുക്കണ്ട. H1 2H, H2 3H, H1 2H, H2 3H. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/3 പൈ 3R സ്ക്വയർ H1 2H ഈസ് ടു 1/3 പൈ R2 എത്രയാ 5R സ്ക്വയർ ഇൻറ്റു H2 3H. 1/3 പൈ 3R സ്ക്വയർ മീൻസ് 9R സ്ക്വയർ ഇൻറ്റു 2H ഈസ് ടു 1/3 പൈ 25R സ്ക്വയർ ഇൻറ്റു 3H. 5 സ്ക്വയർ 25. ഇനി കട്ട് ചെയ്യാൻ 1/3 പൈ കട്ട് R സ്ക്വയർ കട്ട് H8 9 2s are 18 ഈസ് ടു 25 ഇൻറ്റു 3 75. ഷോർട്ടാക്കി കൂടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6:25. വോളിയം ഓഫ് ദി റേഷ്യോ ഓഫ് ദി വോളിയം 6:25. ratio of their volume 6:25. Then radii of the two cone R1 3R, R2 5R, H1 2H, H2 3H. R1 3R, R2 5R, H1 2H, H2 3H. V1 1/3 pi R1 square H1, V2 1/3 pi R2 square H2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റേഷ്യോയിൽ എഴുതി, കട്ട് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ശ്രദ്ധിച്ചാൽ മാത്രം മതി. 6:25. റേഷ്യോ എത്ര? 6:25. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോണിക്കൽ ഷേപ്പിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Two cones have the same volume. And their base radii are in the ratio 4:5. Base radii are in the ratio 4:5. അപ്പോൾ 4R 5R. What is the ratio of their height? ഹൈറ്റിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റേഡിയൈ റേഷ്യോ എന്താണ്? 4:5. R1:R2 4:5. R1 4R, R2 5R. H1 H2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് V1 ഈക്വൽ ടു V2. വോളിയം ഓഫ് ഫസ്റ്റ് കോൺ ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് കോൺ.
1/3 pi r1 square h1 equal to 1/3 pi r2 square h2. ഈക്വൽസ് അങ്ങ് കട്ട് ചെയ്താണ് 1/3 പൈ ആട് കട്ട് ചെയ്ത് r1 4r square h1 equal to 5r square h2. 16r square h1 equal to 25r square h2. കണ്ടാ ആർ സ്ക്വയർ കട്ട് ആർ സ്ക്വയർ അബദ്ധത്തിൽ h1 h2 അങ്ങ് കട്ട് ചെയ്ത് പോയത് കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് h1 ആൻഡ് h2 എന്ന് എടുത്തത്. ദെൻ h1 ലെഫ്റ്റ് ഉണ്ട്, h2 ലെഫ്റ്റിലേക്ക് ട്രാൻസ്പോസ് ചെയ്തു, h1/h2. 25 റൈറ്റ്, 16 ട്രാൻസ്പോസ് റൈറ്റ് 16. h1 ഈസ് h2 ഈക്വൽ ടു 25 16. ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് എഴുതണേ. ഫസ്റ്റ് കോൺ ഈസ് സെക്കൻഡ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ 25 16. തിരിഞ്ഞു പോയാൽ സെക്കൻഡ് കോൺ ഈസ്റ്റ് ഫസ്റ്റിലേക്ക് ആയി പോകും, 16 25 ആയി പോകും. അതൊന്ന് കെയർലെസ് ഇല്ലാതെ ചെയ്യണം. 25 16. ഓക്കെ. ദെൻ v1 ഈക്വൽ ടു v2 1/3 pi r1 square h1 equal to 1/3 pi r2 square h2. r1 r2 r1 4r r2 5r. h1 and h2 സെയിം അല്ല, h1 and h2 ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വോളിയൂംസ് ആർ ഈക്വൽ. 4r square 16r square 25r square then into h2 r square cut h1/h2 is equal to 25/16. then rearrange ചെയ്തിട്ടാണ് h1 left by h2 ലെഫ്റ്റോട്ട് ട്രാൻസ്പോസ് ചെയ്തു. 25 റൈറ്റ് 16 ട്രാൻസ്പോസ് റൈറ്റ്. then we get h1 is to h2 25 is to 16. അപ്പോൾ സാർ അത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് സാറ് 16 is to 25 എന്നായാലോ? ഓ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് വോളിയം ഈസ് ടു തേർഡ്, സെക്കൻഡ് ഹൈറ്റ് ഈസ് ടു തേർഡാ, സോറി സെക്കൻഡ് ഹൈറ്റ് ഈസ് ടു ഫസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? ഡണ്ടേ ശരിയിടണോ ഇങ്ങനെ കളിക്കൂ, മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടു സെക്കൻഡ് അങ്ങനെയാണ് പഠിക്കുന്നത്. കിടക്കുന്നല്ലോ. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് ചെയ്ത് വെക്കുക, പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്പോൾ കോണിക്കൽ ഷേപ്പ് വളരെ വൃത്തിയായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്ടർ ആൻഡ് കോൺ? ഓക്കെ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സെക്ടർ ആൻഡ് കോൺ? x/360 is equal to r/l. x/360 is equal to r/l. then second base area pi r square, curved surface area pi rl. curved surface area equal to area of the sector pi rl. then total surface area pi r square plus pi rl. then pi r taking outside pi r into r plus l. volume 1/3 part of base area into height 1/3 into pi r square h. then volume of cylinder pi r square h. then side relation of the cone LRH, L is equal to root of r square plus h square. ഓക്കെ, കറക്റ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ശരി, അപ്പോൾ അടുത്തൊരു സൈഡ് ഹെഡിങ് എഴുതി വെക്കുക. കോണിക്കൽ ഷേപ്പ് എല്ലാം ഫുള്ളായിട്ട് പഠിച്ചു. ഇനി അടുത്തൊരു സൈഡ് ഹെഡിങ് എഴുതി വെക്കുക എല്ലാവരും. സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ. കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. സ്ഫിയറിക്കൽ ഷേപ്പ് എല്ലാവർക്കും അറിയാം, ഒരു ലഡു ഷേപ്പ്. എന്താണ് പിന്നെ ഷോർട്ട് പുട്ട്, ലെമൺ, ഇതൊക്കെയാണ്. അപ്പോൾ ചിലവർ പറയും സാർ ബോൾ ഉണ്ട്, അത് ഹോളോ സ്ഫിയറാണ്, അതിൻ്റെ അകത്തൊന്നുമില്ല അല്ലേ, ബലൂണ് പോലെയൊക്കെ അകത്ത് കുത്തിയാൽ പൊട്ടിപ്പോൾ എയർ മാത്രമേ അകത്തുള്ളൂ. പക്ഷേ ലഡുവിൽ അങ്ങനെയല്ല. ലഡുവിൽ എയർ ആണുള്ളത് അല്ല, ലെമണിൽ എയർ ആണുള്ളത് അല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് സ്ഫിയർ. ദെൻ ഹെമിസ്ഫിയർ, ഒരു നല്ല റൗണ്ട് ഉരുണ്ട് നല്ലൊരു ഷേപ്പുള്ള ഒരു സ്ഫെറിക്കൽ ഷേപ്പിലെ വാട്ടർ മിലൻ ഉണ്ട്. ആ വാട്ടർ മിലൻ കട്ട് ചെയ്താൽ കിട്ടുന്നതാണ് ഹെമിസ്ഫിയർ ആയിട്ട് വരുന്നത്. ദെൻ റേഡിയസ് ഓഫ് ദി സ്ഫിയർ 6. ടോട്ടൽ സർഫസ് ഏരിയ, ഒരു സർഫസ് മാത്രമേ സ്ഫിയറിനുള്ളൂ, ഫുള്ളായിട്ടുള്ളൊരു സർഫസ് കണ്ടില്ലേ, 4 pi r square. ഫോം ചെയ്തത് പഠിക്കണമെന്നില്ല, ഫോർമുല ബൈ ഹാർട്ടാക്കുക. സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ ഈക്വൽ ടു 4 pi r square. വോളിയം, പിന്നെ അതിന് വേറെ സർഫസ് ഇല്ല. വോളിയം ഈക്വൽ ടു 4/3 pi r cube. വോളിയം ഈക്വൽ ടു 4/3 pi r cube. 4/3 pi r cube. 4/3 pi r cube. വോളിയം ഈക്വൽ ടു 4/3 pi r cube. ദെൻ ഹെമിസ്ഫിയർ നമുക്കറിയാലോ,
എന്താ ഹെമിസ്ഫിയറിൻ്റെ കേസ്? ഹെമിസ്ഫിയറിന് ഒരു ബേസ് ഉണ്ട്, ഒരു കേർവ്ഡ് സർഫസ് ഉണ്ട്. ഇപ്പോൾ വാട്ടർ മില്ലൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ല അല്ലേ? വാട്ടർ മില്ലൻ എന്താണ്? വാട്ടർ മില്ലൻ്റെ കേസ് കറക്റ്റ് റെഡിഷ് കളറിൽ വരുന്നതാണ് എന്ത്? ബേസ് സർക്കിൾ. ഗ്രീൻ പാർട്ട് വരുന്നതാണ് കേർവ്ഡ് സർഫസ്. അപ്പോൾ വാട്ടർ മില്ലനായി കിട്ടുമ്പോൾ ഹെമിസ്ഫെറിക്കൽ ഷേപ്പിന് 2 പാർട്ട് ഉണ്ട്, 2 സർഫസ് ഉണ്ട്. ഒന്ന് ബേസ്, ഒന്ന് കേർവ്ഡ് സർഫസ്. ഇതാണ് ഗ്രീൻ കളറിൽ വരുന്നത് അല്ലേ? അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πr². കേർവ്ഡ് സർഫസ് ഏരിയ ടോട്ടലിൻ്റെ ഹാഫ്, 4πr²ൻ്റെ ഹാഫ് 2πr². ബേസ് സർക്കിളാണ്. അപ്പോൾ ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ മീൻസ് എന്താണ്? πr². ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ πr². ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താലാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ 3πr². ദെൻ വോളിയം ഈക്വൽ ടു 2/3πr³. 2/3πr³. അപ്പോൾ ഈ 2 കാറ്റഗറിയെ സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയറിലുള്ളൂ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. റേഡിയസ് ഓഫ് ദി സ്ഫിയർ 6, ടോട്ടൽ സർഫസ് ഏരിയ 4πr², വോളിയം ഈക്വൽ ടു 4/3πr³. 4/3πr³. ദെൻ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ 2πr², ബേസ് ഏരിയ πr², ടോട്ടൽ സർഫസ് ഏരിയ 3πr². ദെൻ വോളിയം ഈക്വൽ ടു 2/3πr³. 2/3πr³. കറക്റ്റ് ചെയ്തല്ലോ? കറക്റ്റ്. അപ്പോൾ ഫോർമുല ബൈ ഹാർട്ട് ആക്കണേ. ഫോർമുല എൻ്റെത് ഞാനിനി ബോർഡ് മയക്കിയാൽ എനിക്ക് ബൈ ഹാർട്ടായിട്ട് ഞാനങ്ങ് ചെയ്തോളും. നിങ്ങൾ കറക്റ്റ് പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഒരു സ്റ്റഡി ടേബിളിലോ എവിടെയെങ്കിലും വെച്ച് ബൈ ഹാർട്ടാക്കി ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക, മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. വോളിയം ഓഫ് ദി സ്ഫിയർ 4/3πr³. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ 1, ഒരു 4-5 ആക്ടിവിറ്റിയാണുള്ളത്. ക്വസ്റ്റ്യൻ 1, ദി സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ the surface area of a solid sphere is 120 centimeter square. 120 centimeter square. Full stop. If it is cut into 2 halves, if it is cut into 2 halves, what would be the surface area of each hemisphere? What would be the surface area of each hemisphere? അത് നല്ലൊരു പ്രോബ്ലമാണ്. തലപുകഞ്ഞ് ചിന്തിച്ച് ചെയ്യുമ്പോൾ വട്ടം ആൻസർ കിട്ടുന്ന ഒരു പ്രോബ്ലമാണ്. വട്ടം കറങ്ങുന്ന ഒരു ആൻസറാണ്. നോക്കിക്കോളൂ. സ്ഫിയർ ഹെമിസ്ഫിയറാക്കി കട്ട് ചെയ്തു. അതിനൊരു പ്രത്യേകത ഉണ്ട്. ഹെമിസ്ഫിയറായി കട്ട് ചെയ്യുമ്പോൾ റേഡിയസ് ഒന്നും നോ ചേഞ്ച്. റേഡിയസിൽ ഒരു മാറ്റം വരില്ല, ഉണ്ടാവും. അല്ലാണ്ട് സ്ഫിയർ 10 സെൻറ്റിമീറ്റർ സ്ഫിയർ കട്ട് ചെയ്തെക്കുമ്പോൾ റേഡിയസ് 5 ആവുമോ? ഇല്ല, റേഡിയസ് നോ ചേഞ്ച്. റേഡിയസ് ഒന്നും ചേഞ്ച് ആവില്ല. ഇവിടെ പറയുന്നു സർഫസ് ഏരിയ 4πr² ഈക്വൽ ടു 120. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ 4πr². 4πr² ഈക്വൽ ടു 120. അപ്പോൾ ചിലർ പറയും, സാർ അങ്ങനെയാണ് എന്താ ഹെമിസ്ഫിയർ അതിൻ്റെ പകുതിയല്ലേ? അപ്പോൾ 120യുടെ ഹാഫ് എത്രയാ? 60. സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ 60. വട്ടപൂജ്യം കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, വട്ടപൂജ്യം കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഹെമിസ്ഫിയർ ആക്കി കട്ട് ചെയ്യുമ്പോൾ ഇത് ആണ് 60. CSA 60യാ. ബാക്കി ഒരു ബേസും കൂടി അവിടെ കാണാനുണ്ട്. അതാ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാണെന്ത് ഹാഫായിട്ട് വരുന്നത്. അതാണിതാ ഇവിടെ ഹാഫായിട്ടുള്ളത്. 120യുടെ ഹാഫ് 60, ഇവിടെ 60. അപ്പോൾ ബേസ് ആര് കാണും? ആരും കാണൂല. ദെൻ 4πr² 120. πr² ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 4 30. ദെൻ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഈക്വൽ ടു 3πr². 3 × 30 90 centimeter square. സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഈക്വൽ ടു 3πr². സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സർഫസ് ഏരിയ 3πr². 3 × 30 90 πr². പൈ വേണ്ട കേട്ടോ, 90 centimeter square. പൈ പറഞ്ഞ് അതിൻ്റെ കൂടെ അങ്ങോട്ട് ഫ്ലോ ആയിപ്പോയതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 120യുടെ ഹാഫ് 60. 60 എന്താണ്? കേർവ്ഡ് സർഫസ് ഏരിയ. ഞാൻ കാണിച്ചു തന്നല്ലോ, പിക്ചറിൽ കാണിച്ചു തന്നല്ലോ. 60 കേർവ്ഡ് സർഫസ് ഏരിയ. ടോട്ടൽ കാണാൻ പ്ലസ് πr². റേഡിയസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 4πr² ഈക്വൽ ടു 120. πr² ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ 4 30. ദെൻ 3πr². 3 × 30 90. നെക്സ്റ്റ്
The volume of two spheres are in the ratio 27:64. The volume of two spheres are in the ratio 27:64. What is the ratio of their radii and ratio of their surface area? Ratio of their radii and ratio of their surface area. Volume of two radii ആണ്, two spheres ആണ്. 4/3 pi r1 cube is to, first r1 pi r1 cube is to 4/3 pi r2 cube equal to 9:27 അല്ലേ? 27:64, sorry, 27:64. 27:64. Volume of the two spheres are in the ratio 27:64. Then volume of first sphere 4/3 pi r1 cube is to 4/3 pi r2 cube equal to 27:64. Then 4/3 cut, pi cut, r1 cube is to r2 cube equal to 27:64. r1 cube, r1 is to r2 equal to cubic root 27 is to cubic root 64. എന്താ cubic root? സ്ക്വയർ റൂട്ട് എന്താ? ഫാക്ടറൈസ് ചെയ്ത് 2 ഈക്വൽ നമ്പേഴ്സ് ഗ്രൂപ്പ് ചെയ്താൽ സ്ക്വയർ റൂട്ട്. ക്യൂബിക് റൂട്ട് ഫാക്ടറൈസ് ചെയ്ത് 3 ഈക്വൽ നമ്പേഴ്സ് ഗ്രൂപ്പ് ചെയ്താൽ ക്യൂബിക് റൂട്ട്. 27, 3, 9, 3, 3, 3, 1, that is 3. r1 is to r2, 3 is to, then 64, 2, 32, 2, 16, 2, 8, 2, 4, 2, 2, 2, 1. 1 group, 2 group, 3 group. 2 2s are 4, 4 2s are 2 2s are 4, 4 2s are 8 അല്ലേ? 64 കട്ട് ചെയ്തു, 2നെ കട്ട് ചെയ്തു, 32, 32 കട്ട് ചെയ്തു, 60, സോറി 2 നമ്പേഴ്സ് അല്ല 3 നമ്പേഴ്സാണ്, ക്യൂബിക് അല്ലേ? സ്ക്വയർ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു അങ്ങനെ 3 ഗ്രൂപ്പ്സ് വരുമ്പോൾ 3 നമ്പേഴ്സാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞത് 2 നമ്പേഴ്സാണ്, സ്ക്വയർ റൂട്ടായി പോയി, ക്യൂബിക് ആണ്. അപ്പോൾ 2 ഗ്രൂപ്പ്സാണ് ഉള്ളത്. 2 ഇൻറ്റു 2 എത്ര? 4. 3:4. Radii of the sphere, radii of the two spheres equal to 3:4. അപ്പോൾ ശ്രദ്ധിക്കുക. Then 4/3 pi r1 cube is to 4/3 pi r2 cube equal to 27:64. 4/3 pi cut r1 cube is to r2 cube equal to 27:64. Then cubic root 27 എടുത്തു, 3 കിട്ടി. cubic root 64 എടുക്കേണ്ടത് എല്ലാം ഫാക്ടറൈസ് ചെയ്ത് വെച്ചു. 3 ഈക്വൽ നമ്പേഴ്സാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഞാൻ ഫസ്റ്റ് 2 ആയി പോയിട്ടുണ്ട്, അപ്പോൾ അത് സ്ക്വയർ റൂട്ട് ഉദ്ദേശിച്ച് അങ്ങനെ ചെയ്തതാണ്. 3 ഈക്വൽ നമ്പർ എടുക്കുമ്പോൾ ക്യൂബിക് റൂട്ട്, ദാറ്റ് ഈസ് 2 ഇൻറ്റു 2, 2 ഗ്രൂപ്പാണ് ഉള്ളത്. 3 നമ്പേഴ്സ് 2 ഗ്രൂപ്പ്, 2 ഇൻറ്റു 2 4. അതായത് 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ് 64. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ് 27. അപ്പോൾ റേഡിയൈ കിട്ടിയല്ലോ. ഇനി എന്താ ഇവിടെ പറയുന്നത്? റേഡിയസ് തമ്മിലുള്ള റേഷ്യോ കാണാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ. സെക്കൻഡ് എന്താ? സർഫസ് ഏരിയ തമ്മിലുള്ള റേഷ്യോ അല്ലേ? ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ റേഡിയൈ കണ്ടുപിടിച്ചു. റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയ 4 pi r1 square by 4 pi r2 square. സർഫസ് ഏരിയ ഫസ്റ്റത്തത് r1, സെക്കൻഡ് r2. 4 pi കട്ട്, r1 square by r2 square, that is r1 by r2 all square എന്ന് എഴുതാലോ. r1 is to r2 എത്ര? 3/4 all square, 9/16, 3 square 9, 4 square 16, that is equal to 9:16. Surface area of the sphere equal to 9:16. 3/4 all square. 4 pi r1 square by 4 pi r2 square, that is 3/4 all square, that is 9:16. Very good. അപ്പോൾ ശ്രദ്ധിക്കുക, റേഷ്യോ ഓഫ് ദെയർ വോളിയം, ക്യൂബിക് റൂട്ട്, റേഡിയൈ റേഷ്യോ, then surface area ratio. Radii ratio,
സർഫസ് ഏരിയ റേഷ്യോ. അപ്പോൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. നെക്സ്റ്റ് കേസിൽ എന്താണ്, നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. ദി ബേസ് റേഡിയസ് ആൻഡ് ലെങ്ത് ഓഫ് എ മെറ്റൽ സിലിണ്ടർ, the base radius and length of a metal cylinder are 4 cm and 10 cm. If it is melted and recast, നേരത്തെ പഠിച്ച melted and recast into spheres of radius 2 cm, how many spheres can be made? The base radius and length of a metal cylinder are 4 cm and 10 cm. It is melted and recast into spheres of radius 2 cm. How many spheres can be made? ഇപ്പോൾ സിലിണ്ടർ റേഡിയസ് എത്രയാണ്? സിലിണ്ടറിൻ്റെ റേഡിയസ് 4, ഹൈറ്റ് 10. റേഡിയസ് 4, ഹൈറ്റ് 10. ദെൻ സ്ഫിയേഴ്സ് ആക്കിയിട്ട് മെൽറ്റ് ചെയ്യണം. റേഡിയസ് 2 ആണ്. ദെൻ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 സ്ഫിയർ. എത്ര സ്ഫിയേഴ്സ് കിട്ടുന്നതാണ്? വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 സ്ഫിയർ. വോളിയം ഓഫ് സിലിണ്ടർ പൈ r²h, പൈ കൊടുക്കണ്ട, പൈ ഇൻറ്റു 4² h 10, 160 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ. 16 into 10, 160 pi. Then volume of 1 sphere, 4/3 pi r cube, 4/3 pi into 2 cube, that is 2 into cube 8, 8 4s are 32 pi by 3 centimeter cube. കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല. Then number of spheres equal to volume of cylinder divided by volume of 1 cone. Cylinder 160 pi divided symbol ഇടുക, divided 32 pi by 3. Divide taking reciprocal and multiplying 3/32 pi. 3/32 pi. 32 pi by 3 reciprocal 3/32 pi. Pi cut 32 3 160 കട്ട് ചെയ്താൽ 5 2s are 10, ബാലൻസ് 1, 15 plus 1 16, 5 3s are 15. Number of spheres equal to 15. 15 spheres ഫോം ചെയ്യാം. അപ്പോൾ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. വോളിയം ഓഫ് സിലിണ്ടർ, ദെൻ വോളിയം ഓഫ് വോളിയം ഓഫ് സ്ഫിയർ. Number of spheres equal to volume of cylinder divided by volume of 1 sphere. That is 15 spheres can be made. 15 spheres നമുക്ക് ഉണ്ടാക്കാം. Next, a metal sphere of radius 12 centimeter is melted and recast into 27 small spheres. What is the radius of each sphere? A metal sphere of radius 12 centimeter is melted and recast into 27 small spheres. What is the radius of each sphere? അപ്പോൾ ഒരു വലിയൊരു സ്ഫിയർ, ദെൻ റേഡിയസ് എത്രയാ? മെറ്റൽ സ്ഫിയർ റേഡിയസ് 12, ദെൻ 27 സ്മോൾ സ്ഫിയേഴ്സ് ആക്കണം. റേഡിയസ് അൺനോൺ 6 ഇൻറ്റു 27. ദെൻ വോളിയം ഓഫ് ലാർജർ സ്ഫിയർ ഈക്വൽ ടു 27 into volume of smaller sphere. Volume of larger sphere equal to 27 into volume of smaller sphere. Larger sphere എത്രയാ? 4/3
pi r cube equal to 4/3 pi r cube into 27. ലാർജറിന് ക്യാപിറ്റൽ ആർ കൊടുക്കുക, എന്നാൽ പിന്നെ തെറ്റൂല. ലാർജർ ക്യാപിറ്റൽ ആർ. 4/3 പൈ 4/3 കട്ട് ചെയ്തു. 12 ക്യൂബ് ഈക്വൽ ടു ആർ ക്യൂബ് ഇൻറ്റു 27. കണ്ട 12 ഇൻറ്റു 12 ഇൻറ്റു 12/27 ഈക്വൽ ടു ആർ ക്യൂബ്. 12 27 കട്ട് ചെയ്തു, 3 കൊണ്ട് കട്ട് ചെയ്തു 27 9 3 4 ആയി. 3 കൊണ്ട് കട്ട് ചെയ്തു 9 3 12 4 ആയി. അഗെയിൻ 3 കട്ട് 4. ആർ ക്യൂബ് ഈക്വൽ ടു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു 4. റേഡിയസ് ഓഫ് ദി സ്മോളർ സ്ഫിയർ ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇത് മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ്. നമ്പർ ഓഫ് കോൺസ് ഫോം ചെയ്യുന്നതല്ല, മിസ്സിംഗ് റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വോളിയംസ് ആർ ഈക്വൽ. വോളിയം ഓഫ് ലാർജർ സ്ഫിയർ ഈക്വൽ ടു 27 ഇൻറ്റു വോളിയം ഓഫ് സ്മോളർ സ്ഫിയർ. വോളിയം ഓഫ് ലാർജർ സ്ഫിയർ ഈക്വൽ ടു 27 ഇൻറ്റു വോളിയം ഓഫ് സ്മോളർ സ്ഫിയർ. അത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അവിടെ കാൽക്കുലേറ്റ് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു, സിംപ്ലിഫിക്കേഷൻ ചെയ്തു. ആർ ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്മോളർ സ്ഫിയർ ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. Radius of smaller sphere equal to 4 centimeter. Okay. Next, the picture shows the dimensions of a petrol tank. The picture shows the dimensions of a petrol tank. വലിയ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന പെട്രോൾ ടാങ്ക്. How many liters of petrol can it hold? How many liters of petrol can it hold? ഇതിൽ എത്ര പെട്രോൾ കൊള്ളുന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ദെൻ സിലിണ്ടറിക്കൽ ഷേപ്പ്, ദെൻ ഹെമിസ്ഫിയറിക്കൽ ഷേപ്പ്. പെട്രോൾ ടാങ്ക് വരയ്ക്കുക എല്ലാവരും കേട്ടോ. എന്താ പറയുന്നത്, 4 സിലിണ്ടറിൻ്റെ ഹൈറ്റ് 4 ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഡയമീറ്റർ 2 ആണ്, റേഡിയസ് 1 വരും. ഡയമീറ്റർ 2 ആണ്, റേഡിയസ് 1 ആണ്. അതവർ പിക്ചറിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കേട്ടോ. 4 റേഡിയസ് 1. ദെൻ സിലിണ്ടറിക്കൽ പെട്രോൾ ടാങ്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. വോളിയം ഓഫ് ദി 2 hemisphere plus volume of 1 cylinder. Volume of the 2 hemisphere plus volume of 1 cylinder. 2 hemisphere that is equal to 1 sphere എന്ന് എഴുതി കൂടെ. Volume of 2 hemisphere that is equal to 1 sphere. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വോളിയം ഓഫ് പെട്രോൾ ടാങ്ക് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് 2 hemisphere. ഫസ്റ്റ് വോളിയം ഓഫ് സിലിണ്ടർ കാണാം. വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് പൈ ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു 4 പൈ മീറ്റർ ക്യൂബ് അല്ലേ ഒക്കെ മെഷർമെൻറ്റ് തന്നിരിക്കുന്നത്. 4 പൈ മീറ്റർ ക്യൂബ് വോളിയം ഓഫ് സിലിണ്ടർ കിട്ടി. നെക്സ്റ്റ് ലൈനിൽ എന്ത് എഴുതാം? വോളിയം ഓഫ് 2 hemisphere ഈക്വൽ ടു വോളിയം ഓഫ് 1 sphere. അപ്പോൾ വോളിയം ഓഫ് സ്ഫിയർ ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ഇൻറ്റു 1 ക്യൂബ് ദാറ്റ് ഇസ് ഈക്വൽ ടു 4/3 പൈ മീറ്റർ ക്യൂബ്. Volume of 2 hemisphere equal to 1 sphere. Volume of 2 hemisphere equal to 1 sphere. Then add a volume of petrol tank equal to 4 pi plus 4 pi by 3. 4 pi plus 4 pi by 3. Cross multiplication 12 plus 16 pi by 3. Then 16 pi by 3, 16 by 3. എത്ര 16/3 5 15 ബാലൻസ് 1 0.3
5.33 എന്നിങ്ങനെ പോകുക. അപ്പോൾ 5.3π എന്ന് എടുക്കുക. 5.3π. അപ്പോൾ വോളിയം ഓഫ് ദി പെട്രോൾ ടാങ്ക് 5.3π. ഇവിടെ കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞോ? ഇല്ല. ലിറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യണം കപ്പാസിറ്റി അല്ലേ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എന്നാൽ ലാസ്റ്റ് ലിറ്ററിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരാം. ഇവിടെ നോക്കുക, വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് 2 ഹെമിസ്ഫിയർ. വോളിയം ഓഫ് സിലിണ്ടർ πr²h 4π മീറ്റർ ക്യൂബ്. ദെൻ 2 ഹെമിസ്ഫിയർ വോളിയം ഈക്വൽ ടു 1 സ്ഫിയർ വോളിയം, ദാറ്റ് ഈസ് 4/3 πr³, 4π/3. Then add we get 16π/3. Then 5.3π, approximate 5.3π meter cube. Then അടിയിൽ എഴുതി വെക്കുക 1 meter cube equal to 1000 liter. 1 meter cube എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാ. 1 meter cube equal to 1000 liter. 1 liter equal to 1000 centimeter cube. ഇത് രണ്ടും എഴുതി വെക്കുക. 1 meter cube equal to 1000 liter. 1 meter length, 1 meter breadth, 1 meter height ഉള്ള ഒരു ടാങ്കിൽ 1000 ലിറ്റർ വാട്ടർ കൊള്ളും. ദെൻ 10 centimeter length, 10 centimeter breadth, 10 centimeter height ഉള്ള ഒരു ടാങ്കിൽ 1 ലിറ്റർ കൊള്ളും. അതാണ് പറയുന്നത്. ഓക്കെ. ദെൻ 5.3 ഇൻറ്റു 3.14 ഇൻറ്റു 1000. 5.3 ഇൻറ്റു 3.14 ഇൻറ്റു 1000 ലിറ്റർ. 1000 1 2 3 3 zeros, 3 ഡെസിമൽസ് അങ്ങ് ക്യാൻസലായി. 53 ഇൻറ്റു 314 പ്രൊഡക്റ്റ് ചെയ്യുക. 314 ഇൻറ്റു 53. 4 3s are 12, ബാലൻസ് 1, 1 3s are 3, പ്ലസ് 1 4, 3 3s are 9. 5 4s are 20, balance 2, 5 1s are 5, 7, 5 3s are 15, 2 4 6, balance 1, 6 1, 16642. approximate ആണ് 16,642 ലിറ്റർ എന്ന approximate value ആണ് കേട്ടോ എടുത്തത്. 16,642 ലിറ്റർ. 12 ബാലൻസ് 1, 1 3s are 3, plus 1 4, 3 3s are 9, 5 4s are 20, balance 2, 5 1s are 5, plus 2 7, 5 3s are 15, 2 4 16, balance 1 6, 16,642 ലിറ്റർ. അപ്രോക്സിമേറ്റാ, പെർഫെക്റ്റ് അല്ലത്, ഒരു റൗണ്ട് ഓഫ്. അപ്പോൾ മിക്സഡ് ഫിഗർ ഇതിനെ പറയുക എന്താ പറയുക, കോമ്പിനേഷൻ സോളിഡ്സ് എന്നാണ് ഈ ടോപ്പിക്ക്. ശരിക്കും ഈ ഒരു പ്രോബ്ലം വരുന്നത് കോമ്പിനേഷൻ സോളിഡ്സാണ്. അങ്ങനെ കുറേ കോമ്പിനേഷൻ സോളിഡ്സ് ഉണ്ട്. കോണ്, ഹെമിസ്ഫിയർ അല്ലേ, കോണ്, ഹെമിസ്ഫിയർ, ദെൻ സിലിണ്ടർ, കോണ്, കോണിക്കൽ ഷേപ്പ്, പിന്നെ പല മൗണ്ടഡ് ഫിഗേഴ്സ് എന്ന് പറയും. കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ്. ഈ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാണ്ട് അധികം ചോദിക്കുക സിലിണ്ടർ തന്നെയാണ്. പെട്രോൾ ടാങ്കോ വാട്ടർ ടാങ്കോ ഒക്കെ ആയിട്ടാണ് ചോദിക്കുക. ഒരു ക്വസ്റ്റ്യൻ വേണേൽ നോക്കാം. From a solid sphere of radius 10 centimeter, a cone of height 16 centimeter is carved out. What fraction of the volume of the sphere is the volume of the cone? What fraction of the volume of the sphere is the volume of the cone? ഒരു സ്ഫിയർ കോണ് കാവ്ഡ് ഔട്ട് ചെയ്തു അല്ലേ. സ്ഫിയറിൻ്റെ റേഡിയസ് എത്രയാണ് കാണിച്ചിരിക്കുന്നത്? റേഡിയസ് 10 ആണ്. ഇതാണ് റേഡിയസ് 10, ഇതും 10 ആണ്. ഹൈറ്റ് എത്രയാണ് കാണിച്ചിരിക്കുന്നത്? റേഡിയസ് 10. കോൺ ഓഫ് ഹൈറ്റ് 60, ഇതാണ് കോണ്. കോണിൻ്റെ ഹൈറ്റ് 16 ആണ്. അപ്പോൾ റിമൈനിങ് പാർട്ട് എത്രയ്ക്കും വരിക? 6 അല്ലേ. ടോട്ടൽ ഇങ്ങനെയല്ലേ വരുന്നത്? ടോട്ടൽ 16 ആ റേഡിയസ്, ആ ടോപ്പ് വരുന്ന റേഡിയസ് ഇല്ലേ, ആ റേഡിയസ് അങ്ങ് കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്താൽ 16 - 10 6. ദെൻ റേഡിയസ് ഓഫ് ദി കോൺ കാൽക്കുലേറ്റ് ചെയ്യണം.
വോളിയം ഓഫ് കോൺ കണ്ടുപിടിക്കണം, വോളിയം ഓഫ് സ്ഫിയർ കാണണം, വോളിയം ഓഫ് കോൺ ബൈ വോളിയം ഓഫ് സ്ഫിയർ എത്ര ഫ്രാക്ഷൻ ഏത് പാർട്ട് ആയിട്ട് കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, സ്ഫിയർ റേഡിയസ് 10, ദെൻ കോൺ ഹൈറ്റ് 16 സെൻറ്റിമീറ്റർ, കോൺ കാവ്ഡ് ഔട്ട് 16 ഹൈറ്റ്, ഇത് സെൻറ്റർ ആക്കി എടുക്കുമ്പോൾ ഇവിടെ റേഡിയസ് 10, റിമൈനിങ് പാർട്ട് 6. ദെൻ റേഡിയസ് ഓഫ് കോൺ ഈക്വൽ ടു റൂട്ട് ഓഫ് L സ്ക്വയർ മൈനസ് L സ്ക്വയർ മൈനസ് ഇവിടെ എന്താ, ഇവിടെ അല്ലല്ലേ, ഇതാറാണ്, ഇത് എച്ച് ആണ്. വെരി ഗുഡ്. L സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ, 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ, 100 മൈനസ് 36, റൂട്ട് 64, 8. റേഡിയസ് ഓഫ് ദി കോണ് 8 എന്ന് കിട്ടി. അപ്പോൾ ഫിഗറിനാണ് ഇമ്പോർട്ടൻ്റ്. സ്ഫിയർ കോണ് ഹൈറ്റ് 16 ആണ്, കോണിക്കൽ ഹൈറ്റ്, റേഡിയസ് 10 മൈനസ് ചെയ്തു, റിമൈനിങ് പാർട്ട് 6, റേഡിയസ് കോർണറിലേക്ക് ജോയിൻ ചെയ്തു 10, ദെൻ റേഡിയസ് ഓഫ് കോൺ ഈക്വൽ ടു പൈതഗോറസ് തിയറം ഓർ LRH റിലേഷൻ, R is equal to 8. ദെൻ വോളിയം ഓഫ് കോൺ ഫസ്റ്റ് 1/3 പൈ R സ്ക്വയർ H, 1/3 പൈ ഇൻറ്റു 8 സ്ക്വയർ ഇൻറ്റു 16 പൈ ഇൻറ്റു 64 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 3. 64 ഇൻറ്റു 16 എത്രയാണ് മക്കളെ നോക്കുക? 24, ബാലൻസ് 2, 36, 38, 1 4 4 6, 12, ബാലൻസ് 1 10, 1024 പൈ ബൈ 3 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയം ഓഫ് കോൺ. കറക്റ്റ്. ദെൻ കറക്റ്റ് മീൻസ് സെൻറ്റിമീറ്റർ ക്യൂബിനല്ലേ നോക്കിയതാണ്, കറക്റ്റ്, സെൻറ്റിമീറ്റർ ക്യൂബ്, കറക്റ്റ്. ദെൻ വോളിയം ഓഫ് എന്താണ് അടുത്തത്? സ്ഫിയർ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? വോളിയം ഓഫ് സ്ഫിയർ 4/3 പൈ ആർ ക്യൂബ്, 4/3 പൈ ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 എത്ര മക്കളെ? 10 ഇൻറ്റു 10 1000, 1000 ഇൻറ്റു 4 എത്രയാണോ? 4000 പൈ ബൈ 3 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ സ്ഫിയർ റേഡിയസ് 10, ഹൈറ്റ് ഓഫ് കോൺ 16 സെൻറ്റിമീറ്റർ, കോൺ ഹൈറ്റ് 16 സെൻറ്റിമീറ്റർ കോൺ ഈസ് കാവ്ഡ് ഔട്ട്, തുറന്നെടുത്തു. ദെൻ 10 റേഡിയസ്, ബാലൻസ് 6, ദെൻ റേഡിയസ് ഓഫ് കോൺ ഈക്വൽ ടു പൈതഗോറസ് തിയറം ഓർ LRH റിലേഷൻ 8, ദെൻ വോളിയം ഓഫ് കോൺ 1024/3 പൈ, ദെൻ വോളിയം ഓഫ് സ്ഫിയർ 4000 പൈ ബൈ 3, ദെൻ വോളിയം ഓഫ് കോൺ ബൈ വോളിയം ഓഫ് സ്ഫിയർ, വോളിയം ഓഫ് കോൺ ബൈ വോളിയം ഓഫ് സ്ഫിയർ, ലാർജർ സ്ഫിയർ അല്ലേ വരുന്നത്. അപ്പോൾ വോളിയം ഓഫ് കോൺ 1024 പൈ ബൈ 3 ബൈ 4000 പൈ ബൈ 3, 3 കട്ടായി, റെസിപ്രോക്കലാക്കി എടുക്കുമ്പം കട്ടായി പോകും കേട്ടോ. ഇനി വേണേൽ റെസിപ്രോക്കലാക്കി എടുത്ത് എഴുതി തരാം. ഇനി അത് പോയിട്ട് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയില്ല. 1024 പൈ ബൈ 3 ബൈ 3, 24 പൈ ബൈ 3 ഇൻറ്റു 3/4000 പൈ, 3 കട്ട്, പൈ കട്ട്, ദെൻ 2 കൊണ്ട് കട്ട് ചെയ്താൽ 512 ഡിവൈഡഡ് ബൈ 2000, 2 കൊണ്ട് കട്ട് ചെയ്താൽ 256 ഡിവൈഡഡ് ബൈ 1000, 2 കൊണ്ട് കട്ട് ചെയ്താൽ 128 ഡിവൈഡഡ് ബൈ 500, 2 കൊണ്ട് കട്ട് ചെയ്താൽ 64 ബൈ ഡിവൈഡഡ് 250, 2 കൊണ്ട് കട്ട് ചെയ്താൽ 32 ഡിവൈഡഡ് ബൈ 125, 32 ഡിവൈഡഡ് ബൈ 125. ഓക്കെ, അടിയിൽ എഴുതി വെച്ചേക്കുക. വോളിയം ഓഫ് ദി കോൺ ഈസ് 32/125 part of the volume of sphere. 32/125 part of the volume of the sphere. Volume of the cone is the 32/125 part of the വോളിയം ഓഫ് സ്ഫിയർ. വോളിയം ഓഫ് സ്ഫിയർ ആണ് ഇത് ലാർജർ, അതുകൊണ്ടാണ് ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുന്നത്, അടിയിൽ എഴുതുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വലിയ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ കേസിൽ വലിയതായിട്ടൊന്നുമില്ല, പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുക. സ്ഫിയർ റേഡിയസ് 10, ഹൈറ്റ് ഓഫ് ദി കോൺ 16, റിമൈനിങ് പാർട്ട് 6, ദെൻ റേഡിയസ് ഓഫ് ദി കോൺ LRH റിലേഷൻ, ദെൻ ഫൈൻഡ് LRH യൂസിങ് പൈതഗോറസ് തിയറം, ദാറ്റ് ഈസ് 8, then volume of cone 1/3 pi r square h,
1024 pi by 3, then volume of cylinder 4000 pi by 3, then volume of cone by volume of sphere, volume of cone by volume of sphere, volume of cone by volume of sphere, then reciprocal cut 3 pi cut പിന്നെ reduce 32 by 125, then volume of cone is the 32 by 125 part of the volume of sphere. അപ്പോൾ നമ്മൾ ലോങ് ആയിട്ടുള്ള നല്ലൊരു പാർട്ട് ചെയ്തു. കോണ്, സ്ഫിയർ, ഹെമിസ്ഫിയർ. സ്ഫിയറിൻ്റെ ഒന്ന് പറയാം. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ 4 pi r square, വോളിയം ഓഫ് ദി സ്ഫിയർ 4/3 pi r cube, then surface area of hemisphere 3 pi r square, base area pi r square, total surface 3 pi r square, CSA 2 pi r square, then volume of the hemisphere 2/3 pi r cube. അതിൻ്റെ റിലേഷൻസ്, കാൽക്കുലേഷൻ, സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്തു. നീറ്റായിട്ട് പഠിക്കുക, എഴുതി പഠിക്കുക, ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്കുള്ളത് ദെൻ പോളിനോമിയൽ എടുക്കാം, ദെൻ ജോമെട്രി ആൻഡ് ആൾജിബ്ര, സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, എല്ലാവരും വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നന്ദി, നമസ്കാരം.